പെട്ടു എന്ന് ചോദിക്കുമ്പോൾ ആ ആള് പറയുമത്രേ, ഞാന് ഇന്നാലിന്നൊരു സംഘടനയുടെ SKSF സംഘടനയിൽ ഇന്നാലിന്നൊരു മജ്‌ലിസുന്നൂറിന് വന്ന് വിളിച്ചപ്പോ ഞാൻ പോയിരുന്നു, ആ സദസ്സിലിരുന്നു. അപ്പൊ ഒരു മലായിക്കത്ത് വിളിച്ചപ്പോ അത് ശരി. ആ മലായിക്കത്ത് പറയുന്നത് അതെ തന്നെ, ഓൻ പറഞ്ഞത് തന്നെ ശരി. ഓൻ ചിലപ്പോ ഒരു വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോയിട്ടുണ്ടാവൂല, എങ്കിലും ആ സംഘാടകർ വിളിച്ചപ്പോൾ ആ മജ്‌ലിസുന്നൂറിലേക്ക് വന്ന് ഇരുന്നത് കൊണ്ട്, അതുപോലെ തന്നെ സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് വന്ന് ഇരുന്നത് കൊണ്ട് മലായിക്കത്തിന്റെ ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു. അല്ലാഹു തആല ആ കൂട്ടത്തിൽ പെടുത്താൻ അനുഗ്രഹിക്കട്ടെ. അപ്പൊ എത്ര ചിലപ്പോ ജീവിതത്തിൽ തമ്മാടിത്തന്നെ ചെയ്ത് ജീവിച്ച ആളായാലും എന്തെങ്കിലും ഒരു ചെറിയ സൽക്കർമ്മം മതി സ്വർഗത്തിലേക്ക് പോകാൻ. അല്ലാഹു തആല ആ കൂട്ടത്തിലെങ്കിലും പെടുത്തട്ടെ. ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യൻ മരിച്ചു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ മരിക്കുന്നു. ആ മനുഷ്യന്റെ മയ്യത്തിനെ ആരും എടുക്കാൻ തയ്യാറാകുന്നില്ല. ഒരു ഊണിന്റെ ഭാഗത്ത് ഒരു സൈഡിൽ ചീഞ്ഞു നാറിയതായിരിക്കുന്ന മയ്യത്ത് കാണുന്നു, ഒരാളും എടുക്കാൻ പോകുന്നില്ല. എന്നിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് വഹി വരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പറയുന്നു, മൂസാ, നിങ്ങളെ നാട്ടിൽ ഒരു മനുഷ്യൻ മരിച്ചിരിക്കുകയാണ്. ആ മനുഷ്യന്റെ മയ്യത്തിനെ നിങ്ങളൊന്ന് കഫൻ ചെയ്യണം, കുളിപ്പിക്കണം, കഫൻ ചെയ്യണം. മയ്യത്ത് ആ കോലത്തിലാണ്, എങ്ങനെയാണ് പണ്ട് കാലത്ത് നമസ്കാരം ഉണ്ടായിരുന്നത്, ആ നിലക്ക് നിങ്ങൾ നിസ്കരിച്ച് ഖബറിൽ കൊണ്ടുപോയി വെക്കണമെന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് കൽപ്പന കൊടുക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം ആ ഗല്ലിയിലേക്ക് വന്നിട്ട് ആളുകളോട് ചോദിക്കുന്നു, അല്ലയോ ഈ നാട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? എല്ലാ ആളുകളും പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകനായ മൂസാ, നിങ്ങൾ ഇത്രയും വലിയ ഒരാളാണ്, നിങ്ങൾ അന്വേഷിക്കേണ്ട നിലയിലെത്തിയ ഒരു മനുഷ്യനും ഇവിടെ മരിച്ചിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, ഇല്ല, നിങ്ങളൊന്ന് അന്വേഷിക്കണം. അപ്പോഴോ ആരോ ഒന്ന് പറഞ്ഞു, ഒരു ഗല്ലിയിൽ ഒരു മനുഷ്യൻ മരിച്ചിട്ടുണ്ട്, അത് ജീവിതത്തിൽ നമസ്കാരം എന്തെന്നറിയാത്ത അന്നത്തെ നമസ്കാരമാണ്, ഈ ജീവിതത്തിൽ ഇബാദത്ത് എന്തെന്ന് പോലും അറിയാത്ത കള്ളുകുടിയായ വ്യഭിചാരിയായ തമ്മാടിയായ മനുഷ്യനാണ് മരിച്ചത്. അതുകൊണ്ട് ആ മനുഷ്യന്റെ മയ്യത്തിന്റെ അടുത്തേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ആ മയ്യത്തങ്ങ് ചീഞ്ഞു നാറുകയാണ്. മയ്യത്തിന്റെ ആ ശരീരം മുഴുവനും മണുക്കളായി പുഴുക്കളായി ചീഞ്ഞു നാറിയ മയ്യത്തിന്റെ അടുത്തേക്ക് നിങ്ങളങ്ങ് പോകാൻ സാധ്യമില്ലെന്ന് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാം നിർബന്ധിച്ചു, നിങ്ങൾ പോയേ പറ്റൂ എന്ന്. അങ്ങനെ നാട്ടുകാരൻ മൂക്കിലേക്ക് തുണിയും കെട്ടിയിട്ട് ചീഞ്ഞു നാറുന്ന മയ്യത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ആ മയ്യത്തിനെ എടുത്ത് ശുദ്ധീകരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, പെട്ടെന്ന് നമസ്കരിക്കാൻ. അങ്ങനെ പള്ളിക്കെട്ടിലേക്ക് കൊണ്ടുവന്ന് മയ്യത്തങ്ങ് മറവ് ചെയ്തതിന് ശേഷം മൂസാ നബിയോട് വീണ്ടും ജനങ്ങൾ ചോദിക്കുന്നു, അല്ല മൂസാ, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത്, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോ മൂസാ നബി പറയുന്നു, ആ മനുഷ്യനിക്ക് അല്ലാഹു തആല പൊറുത്തു കൊടുത്തിട്ടുണ്ട്. കാരണം എന്തേ എന്നറിയുമോ? ജീവിതത്തിൽ നല്ലത് എന്തെന്ന് പോലും അറിയാത്ത മനുഷ്യന് ചെറിയ പിഞ്ചു കുട്ടി ഉണ്ടാകുന്ന കാലത്ത്, ഒരു 12, 13, 15 വയസ്സുള്ള കാലത്ത് തൗറാത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആ തൗറാത്ത് എന്ന ഗ്രന്ഥത്തില് വരാൻ പോകുന്ന ലോകത്തിന്റെ നേതാവ് അസ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള മുഹമ്മദ് എന്ന് പറയുന്ന ചരിത്രം അതിലുണ്ടായിരുന്നു. അവിടത്തേക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരു ചുംബനം നൽകിയിട്ട് ആ തൗറാത്തിനെ മടക്കി വെച്ചിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് തമാടിയായ മനുഷ്യനിക്ക് അല്ലാഹു തആല വിട്ടു പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട SKSF പ്രവർത്തകരെ, ഞങ്ങൾ എത്രയാണ് ദാനധർമ്മം ചെയ്തത്, എത്രയാണ് വിഖായിലൂടെ പ്രവർത്തിച്ചത്, സഹചാരി ഫണ്ടിലേക്ക് ഞങ്ങളുടെ പണം എത്ര പോയിട്ടുണ്ട്. ഓരോ വെള്ളിയാഴ്ച പരിശുദ്ധമാകപ്പെട്ട റമദാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ഖതീബ് ഇവിടെന്ന് പറയുന്നു, സഹചാരിയുടെ പ്രവർത്തകർ ബക്കറ്റും പിടിച്ചിട്ട് പുറത്തു നിൽക്കുകയാണ്, നിങ്ങളൊന്ന് സഹായിക്കണേ എന്ന് പറയുമ്പോ ആ ബക്കറ്റ് പിടിച്ച ആളുകൾക്കുള്ള പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടിയിട്ടല്ല, ആ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, അവിടുത്തെ പള്ളിക്ക് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ സംഘാടകർക്ക് വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും ക്ലബുകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കാനല്ല. കണ്ണിന് കാഴ്ചയില്ലാത്ത, ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും ഉപയോഗശൂന്യമായി കിടക്കുന്ന, കിഡ്നി നഷ്ടപ്പെട്ടു പോയ, കാല് നഷ്ടപ്പെട്ടു പോയ, അതേ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായ, നിങ്ങളൊന്ന് ചെന്നു നോക്കണം. ഒന്ന് മംഗലാപുരത്തെ ഏറെപ്പോയ ഹോസ്പിറ്റലിന്റെ 6ാമത്തെ തട്ടിലേക്കൊന്ന് പോയി നോക്കണം. എത്രയെത്ര ക്യാൻസർ രോഗികളാണ്. ഒന്ന് ബാംഗ്ലൂരിലെ സിറ്റി മാർക്കറ്റിലുള്ള വിക്ടോറിയ ഹോസ്പിറ്റലിന്റെ അകത്തളങ്ങളിലേക്ക് ഒന്ന് ചെല്ലണം. അവിടുത്തെ 7ഉം 8ാമത്തെ നിലയൊന്ന് നോക്കണം. ശരീരത്തിന്റെ അവയവങ്ങൾ ഒരു 1/2 കിലോ പോലും ഇല്ലാതെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും കരിച്ച്
കരിച്ച് കരിച്ച് കരിച്ച് റൂഹ് മാത്രം ബാക്കിയുള്ള എത്ര ആളുകളാണ് ആ വിക്ടോറിയ ഹോസ്പിറ്റലിലുള്ളത്. ഒന്ന് പോകണം അവിടത്തേക്ക്. അതുപോലെ തന്നെ കാലിക്കറ്റിലെ ഒരുപാട് ഹോസ്പിറ്റലിന്റെ അകത്തളങ്ങളിലേക്കൊന്ന് പോകണം. എത്ര ക്യാൻസർ രോഗികളാണ്. ആ രോഗികൾക്ക് കൊടുക്കാനുള്ള ഒരു ചെറിയ സംഭാവനയാണ് സഹചാരി ഫണ്ട് നിങ്ങളോട് ചോദിക്കുമ്പോ നിങ്ങൾ കൊടുത്തത് അള്ളാഹു സ്വീകരിക്കൂലേ? അതുപോലെ തന്നെ ജാതിമത ഭേദമന്യേ എത്ര ആളുകളാണ് പ്രളയത്തിൽ പെട്ടുപോയത്. അവിടത്തേക്കും വിഖായയുടെ പ്രവർത്തകരെന്ന് ചെന്നില്ലേ? അതുപോലെ തന്നെ എത്ര ആളുകളാണ് മീമു ഡോക്ടറിന്റെ സംഘടന, അവര് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രെൻഡ് എന്ന് പറയുന്ന സ്കേസഫിന്റെ വിഭാഗത്തിൽ എത്രയോ ആളുകൾക്ക് ജോലി ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുതഅല്ലിമീങ്ങൾക്കുള്ള ത്വലബാവിംഗുണ്ട്. അതുപോലെ തന്നെ SKSBV എന്ന് പറയുന്ന കുട്ടികൾക്കുള്ള സംഘടനയുണ്ട്. പല മേഖലയിലും എന്തിനേറെ പറയണം. ഇനി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും താഴെ തട്ടിലുള്ള ചെറിയ കാലിന്റെ ചുവപ്പ് മാറാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം സംരക്ഷിക്കാനുള്ള വഴി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പുത്തൂരിൽ തന്നെ അൽബിർ എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. അതുപോലെ തന്നെ മിത്തബയിലും കർണാടകത്തെ ഏകദേശം 20ഓളം സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ പൈസയൊക്കെ ഇതുപോലെ തന്നെ ഇതര മതസ്ഥരും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കും ചെറിയ 3.5 വയസ്സ് 4 വയസ്സുള്ള കുട്ടികളെ LKGയിലേക്ക് ചേർക്കുമ്പോൾ 50,000 60,000 പൈസ തടയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആ കുട്ടികൾ എന്തെങ്കിലും പഠിച്ചോട്ടെ എന്ന് പറയുന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് ഇത് സമസ്ത പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല. ഓരോ കുട്ടികളും മൊബൈലിൽ എഡിറ്റ് ആയപ്പോൾ, മൊബൈലിന്റെ പിന്നിൽ നിന്ന് പുറത്തേക്ക് വരാതിരിക്കുമ്പോൾ, മൊബൈൽ കൊടുക്കാതെ ഭക്ഷണം കഴിക്കില്ല എന്ന് ഷഡ്യം പിടിക്കുന്ന ആ 3.5 വയസ്സുള്ള കുട്ടികളെ ഒന്ന് നല്ല നിലയിലേക്ക് കൊണ്ടുപോയി ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ഇസ്ലാമിന്റെ ബാലപാഠങ്ങളും ദുന്യവിയായ ബാലപാഠങ്ങളും പഠിപ്പിക്കാനുള്ള അൽബിർ എന്ന് പറയുന്ന സ്ഥാപനം വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് സമസ്ത. ലോകത്ത് തുല്യതയില്ലാത്ത സംഘടനയാണ് സമസ്ത. അതുകൊണ്ട് എന്റെ SKSFന്റെ പ്രവർത്തകരെ, നിങ്ങൾ അഭിമാനത്തോടെ മുന്നോട്ട് പോകണം. എവിടെയും പ്രശ്നം ഉണ്ടാക്കേണ്ടവരല്ല നിങ്ങൾ. ചിലപ്പോ സമ്മേളനത്തിലേക്ക് പോയാൽ, ഏതെങ്കിലും പരിപാടിയിലേക്ക് പോയാൽ നിങ്ങളെ പേര് വിളിക്കാൻ മറന്നുപോയിരിക്കാം. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട. ചിലപ്പോ സ്റ്റേജ് കിട്ടില്ലെന്ന് വന്നേക്കാം. പ്രശ്നം ഉണ്ടാക്കണ്ട. അത് SKSF എന്ന് പറയുന്ന സംഘടനയിൽ ഒരു മെമ്പർഷിപ്പ് എടുത്ത ഒരുത്തരെയും ഒരു നിയമപാലകരുടെ മുമ്പിലും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. ഒരു നിയമപാലകരുടെ മുമ്പിലും ചോദ്യം ചെയ്തിട്ടില്ല. കള്ളിന്റെയും കഞ്ചാവിന്റെയും പേരിൽ പിടിക്കപ്പെട്ടിട്ടില്ല. ഭീകരവാദത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ടിട്ടില്ല. എത്ര SKSFന്റെ പ്രവർത്തകരാണ് മരണപ്പെട്ടു പോയത് നമുക്കറിയില്ലേ? അതേ ബഹുമാനപ്പെട്ട സൂറൽപ്പാടി നൗഷാദ് ഹാജി, ആ സംഭവം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നിർത്താൻ മനസ്സ് വരുന്നില്ല. ആരായിരുന്നു നൗഷാദ് ഹാജി എന്നറിയുമോ? 45-ാമത്തെ വയസ്സിലാണ് ലോകത്തോട് വിട പറയുന്നത്. അദ്ദേഹത്തിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു, റമദാനിൽ കിറ്റ് കൊടുക്കുന്ന ഒരു സ്വഭാവം. കുറച്ച് കിറ്റ് കൊണ്ടുപോയി ഓരോ വീടുകളിലേക്കും അങ്ങ് കൊണ്ടുപോയി കൊടുക്കുമ്പോ ഒരു റമദാനിൽ ഒരു വീട്ടിൽ ഒരു പെണ്ണുങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കുള്ള കിറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ ഇന്നിതുവരെ പട്ടിണി കിടന്നിട്ടില്ല, നിങ്ങൾ സംഘടനയിൽ പേര് കിട്ടാൻ വേണ്ടിയും പത്രത്തിൽ ഫോട്ടോ വരാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ചെയ്യുന്നത്. പക്ഷേ എന്റെ വീട്ടിൽ 35 വയസ്സുള്ള 2 പെൺകുട്ടികളുണ്ട്. നമ്മുടെ സമുദായത്തിൽ എത്ര പെൺകുട്ടികളാണ് ഉമ്മ എന്ന് വിളിക്കാൻ ഭാഗ്യം നഷ്ടപ്പെട്ട, ഉപ്പ എന്ന് വിളിക്കാൻ ഭാഗ്യം നഷ്ടപ്പെട്ട, അള്ളാഹു കൊടുത്ത സൗന്ദര്യം ഒരൽപ്പം കുറവായതിന്റെ പേരിൽ, അള്ളാഹു കൊടുത്ത വണ്ണ വലിപ്പം കൂടിയതിന്റെയും കുറവായതിന്റെയും പേരിൽ എത്ര പെൺകുട്ടികളാണ് 35 വർഷമായ 40 വർഷമുള്ള എത്ര പെൺകുട്ടികളാണ് ഇരു കരങ്ങളും മേൽപോട്ട് ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്. അതേ തൊട്ടടുത്ത വീട്ടിൽ 18-കാരിയായ പെൺകുട്ടിയെ നല്ല സുഖത്തോടെ അങ്ങ് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ, ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും ജനങ്ങൾ വന്ന് ഭക്ഷിക്കാനിരിക്കുമ്പോൾ, അവർക്കുള്ള സർവ്വ അടക്കവും അനക്കവും എല്ലാം വീഡിയോയിൽ പിടിച്ചെടുക്കുമ്പോൾ, സർവ്വരംഗങ്ങളും ക്യാമറയിൽ ഒപ്പിയെടുക്കുമ്പോൾ, തൊട്ടടുത്ത ചെറിയ വീട്ടിൽ താമസിക്കുന്ന ഔറത്ത് മറച്ചു നടക്കുന്ന കൃത്യമായി തഹജ്ജുദിന് എണീക്കുന്ന 40 വയസ്സുള്ള പെൺകുട്ടി അങ്ങ് കരയുകയാണ്. പടച്ചറപ്പ്, എനിക്ക് ഉപ്പ ഉമ്മ എന്ന് വിളിക്കാൻ ഭാഗ്യമില്ലല്ലേ. എന്റെ ഉപ്പ എന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ, എന്റെ ഉമ്മ എന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ, എന്റെ ഇളയ പെണ്ണാകുന്ന 18-കാരിയായ പെൺകുട്ടി നല്ല സുഖത്തോടെ കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ എനിക്കും ആ സൗഭാഗ്യമുണ്ടായിരുന്നു. പക്ഷേ 10,000 സ്വപ്ന സങ്കല്പങ്ങൾ മനസ്സിൽ വെച്ച് കാത്തിരുന്ന അസുലഭ അതിസുന്ദര സുദിനത്തിൽ വൈവാഹിക ജീവിതത്തിലേക്കൊന്ന് കാലെടുത്ത് വെക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ലല്ലോ, എനിക്ക് ആ സൗഭാഗ്യമില്ലല്ലോ റബ്ബേ, എന്റെ വയസ്സ് 40 കഴിഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞ് കരയുന്ന എത്ര പെൺകുട്ടികൾ നമ്മുടെ സമുദായത്തിലുണ്ട്. അല്ലാഹു അനുയോജ്യമായ ഭർത്താവ്
ഭർത്താക്കന്മാരെ പ്രദാനം ചെയ്യട്ടെ. ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഉമ്മ പറഞ്ഞതാണ്, ഈ 2 പെൺകുട്ടികൾ എന്റെ വീട്ടിലുണ്ട്. നേരെ വന്നു, കുറച്ച് ആളുകളൊക്കെ നൗഷാദ് ഹാജി കൂട്ടി, എന്നിട്ടൊരു സംഘടന രൂപീകരിച്ചു. നണ്ടു പെങ്ങൾ അഥവാ എന്റെ സഹോദരി, നന്ന സഹോദരി എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചു. ഒരുപാട് ആളുകൾ, ഒരുപാട് പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, 45-ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ട ഇസാഖ് ഹൗസരി ഉസ്താദ് ഇന്ന് ജോലി ചെയ്യുന്ന ദാറുസ്സലാം എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ എന്തോ ഒരു പേപ്പർ വർക്കിന് വേണ്ടി SKSF-ന്റെ പ്രവർത്തകനായ ഒരു ചെറുപ്പക്കാരനെയും കൂട്ടിയിട്ടാണ് നൗഷാദ് ഹാജി ദാറുസ്സലാമിലേക്ക് പോകുന്നത്. അപ്പോഴാണ് റബ്ബിന്റെ അലംഘനീയമായ വിധി വരുന്നു. ആക്സിഡന്റിൽ പെട്ട് 2 ആളുകളും ലോകത്തോട് എന്നേക്കും വരാത്ത ലോകത്തിലേക്ക് യാത്രയാകുന്നു. SKSF-ന്റെ പ്രവർത്തകനിക്കും ഈ നൗഷാദ് ഹാജിക്കും മസ്ജിദുൽ ഹറമിൽ വെച്ച് നമസ്കരിച്ചില്ലേ? ലോകത്ത് എത്ര ആക്സിഡന്റുകൾ നടക്കുന്നു നമുക്കറിയില്ലേ സഹോദരന്മാരെ? പ്രത്യേകിച്ചും ദുആ ചെയ്യാതെ നിർവാഹമില്ല. ഇന്ന് തന്നെ 2 മയ്യത്തുകളാണ് മംഗലാപുരം എയർപോർട്ടിലേക്ക് വന്നത്. ഒന്ന് UAE-യിൽ പ്രവർത്തിക്കുന്ന KIC-യുടെയും SKSF-ന്റെയും സജീവ സാന്നിധ്യമായിരുന്ന സുലൈമാൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ അനുജൻ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ മരിച്ചതാണ്. മറ്റൊന്ന് അബുദാബിയിൽ സംഭവക്കാരനായ ഒരു മനുഷ്യൻ മരിച്ചു. 2 ആളുകളും ഇന്ന് മയ്യത്ത് പെട്ടിയിലാക്കിയിട്ടാണ് ഫ്ലൈറ്റിലൂടെ വരുന്നത്. അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ. ഒരുപാട് പ്രതീക്ഷകൾ മനസ്സിൽ വെച്ച് പോയവരാണ്. മക്കൾ ഇന്ന് വരുന്നു, ഉപ്പ എന്ന് വിളിക്കുമ്പോ, ഭാര്യ നോക്കുമ്പോ കണ്ണു തുറക്കാൻ കഴിയുന്നില്ല. 2 മയ്യത്താണ് ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നത്. ഒന്ന് തൊട്ടടുത്ത കൊടിപ്പാടിയിലേക്കും മറ്റൊന്ന് സംഭയിലേക്കും. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം, ഇന്ന് ഉച്ചക്ക് ഏകദേശം ഒരു 12:30 മണി, അതിൽ നമ്മൾ ഇസ്മായിൽ അമാനൊക്കെ ഉണ്ടായിരുന്നു. ആ ബസ്സിൽ മൂറത്ത് ഇസ്മായിൽ അമാൻ ആ ബസ്സിൽ ഉണ്ടായിരുന്നു. മൂറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ബസ് പോകുമ്പോൾ ഒരു 60 വയസ്സുള്ള ഒരാള് അള്ളാഹുവിന്റെ വിളിക്ക് ആ ബസ്സിന്റെ അടിയിലേക്ക് വീണ് മരണപ്പെട്ടു പോയിരിക്കുകയാണ്. അള്ളാഹു തആല അവിടത്തേക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഇന്ന് നടന്ന സംഭവമാണ്. ഒരുപാട് സംഭവങ്ങൾ. ഇന്നലെ ഒരു ആക്സിഡന്റ് ആയിരുന്നു. ഇങ്ങനെ എണ്ണമറ്റ ദുരന്തങ്ങൾ നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും എന്തല്ല, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ, ഖിയാമത്ത് നാളെ വരുമ്പോൾ എണ്ണമറ്റ ദുരന്തങ്ങൾ നിങ്ങളെ കൺമുന്നിൽ നേരെ കണ്ടുകൊണ്ടിരിക്കും. അല്ലാഹു ഫിജിയത്തുൽ മൗത്തിനെ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.